السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كل تخيلة أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كل تخيلة أدركنا يا رسول الله. സ്നേഹധന്യരായ വിശ്വാസി സുഹൃത്തുക്കളെ, മുസ്ലിം കേരളത്തിൻ്റെ ദാർശനിക ചുവടുവയ്പ്പുകൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകി കേരളീയ വൈജ്ഞാനിക സമൂഹത്തിൻ്റെ ശ്രേഷ്ഠ സാന്നിധ്യമായി തീർന്ന വന്യരായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദ് അവர்கள், ആദർശ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ വാക്കുകൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ അതൊരു യുവസുന്നി പണ്ഡിതൻ്റേതാണെന്ന് കാലം തിരിച്ചറിയിച്ചു തന്ന സുന്നി യുവചേതനയുടെ ശക്തമായ സ്നേഹസാന്നിധ്യവും ചടുലമായ സുന്നി പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളീയ അന്തരീക്ഷത്തിൽ സുന്നി എന്ന് പറയാൻ മടിച്ചവരെ കൊണ്ട് പോലും സുന്നി എന്ന് പറയിപ്പിച്ച പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ്, ഞങ്ങളൊക്കെ ഒരുപാട് കാലം പ്രവർത്തിച്ചൊരു പ്രസ്ഥാനത്തിൽ ശക്തനായി സാധാരണക്കാരനായി നിന്നുകൊണ്ട് തന്നെ ആദർശം പറഞ്ഞ് പഠിപ്പിച്ച് മറുപക്ഷത്തെ പ്രസ്ഥാനങ്ങൾക്ക് ഊർജ്ജസ്വലമായ പിന്തുണയായി ശക്തമായ പ്രബോധനങ്ങൾക്ക് അവർക്ക് പ്രചോദനമായി പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബഹുമാന്യനായ അൻസാർ മാസ്റ്റർ പയ്യോളി, മറക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും മ്ലേച്ഛമായ വിധത്തിൽ കളവ് പറയുന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി തീർന്ന വിഘടിതപക്ഷത്തിന്റെ കാരന്തൂർ മർക്കസ് എന്ന സ്ഥാപനത്തിലെ അധ്യാപകനാവുകയും അതിന്റെ സ്ഥാപകനും എല്ലാമായ കാന്തപുരത്തിന്റെ ശക്തനായ പ്രതിനിധിയായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാന്യരായ മലയം മസ്ഖാഫി ഉസ്താദ് അവറുകളെ, പിന്നെ ഈ സ്നേഹ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം വന്ന മറ്റു പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഇതൊരു ദൈക്ഷണിക സംവാദമാണ്. ധിഷണയുള്ളവർക്ക് ഏർപ്പെടേണ്ടുന്ന അനിവാര്യമായ ഒരു ഇടപെടലിന്റെ നിമിഷമാണിത്. ഈ സംവാദം സമൂഹത്തിന് നൽകുന്ന ഉത്തരം കുറെ ദിവസങ്ങളായി സമൂഹം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനവും സംവാദവും നടത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഈ പരിപാടി പൂർണ്ണമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഒരു സമൂഹം ഇറങ്ങിത്തിരിച്ചു. തങ്ങളുടെ ലാഭേച്ഛ മാത്രം കൊതിച്ചുകൊണ്ട് ഭൗതിക സൗകര്യങ്ങളുടെ സുഖശീതളിമയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച അത്തരക്കാർക്ക് നിങ്ങളുടെ വഴി തെറ്റാണെന്ന് 1000 തവണ പറഞ്ഞു കൊടുത്തിട്ടും ബോധ്യമാകാത്തവർക്ക് വീണ്ടും ബോധ്യത്തിലേക്ക് ഒരു ദിശ തെളിയിച്ചു കൊടുക്കാൻ, ഒരു ദിശാസൂചി തെളിയിച്ചു കൊടുക്കാനാണ് പയ്യോളിയിലെ ഈ വിശാലമായ ഈ സദസ്സിന് മുന്നിൽ ദൈക്ഷണിക സംവാദം ഒരുക്കപ്പെടുന്നത്. ഇതാരോടുമുള്ള വാശി തീർക്കലോ വെല്ലുവിളിയോ അല്ല.
ഇതിലെ ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ വെല്ലുവിളിയുടെ സ്വരങ്ങളായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ കുറവല്ല, മറുപക്ഷത്ത് അത്തരം പ്രവൃത്തികൾ ചെയ്തവരുടെ പ്രവർത്തനത്തിലെ വൈകൃതങ്ങളായിരിക്കും കാരണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു. ഞങ്ങൾക്കിതിലൂടെ ആരെയും പരിഹസിക്കേണ്ടതില്ല, ആരെയും വെല്ലുവിളിക്കേണ്ടതില്ല. പക്ഷെ ഞങ്ങളിവിടെ ആഗ്രഹിച്ചത് കേരളത്തിലെ സുന്നി പറഞ്ഞ് പ്രവർത്തിക്കുന്ന 2 സംഘടനകളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇരുന്നു കൊണ്ടൊരു ദൈക്ഷണിക സംവാദമാണ് ഉദ്ദേശിച്ചത്. ബഹുമാന്യരായ കണ്ണാടിപ്പുറം അഷ്റഫ് ഫൈസിയും അതുപോലെ ഹമീദ് ഫൈസി ഉസ്താദും ബഹാവുദ്ദീൻ ഉസ്താദും പങ്കെടുക്കുന്ന ഒരു വേദി, ആ വേദിയിലേക്ക് തന്നെ കാന്തപുരം പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹത്തിന് ഞങ്ങൾക്കൊരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചവരാണ്. ആ പ്രവർത്തനങ്ങൾക്കിടെ അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു ശൈലി ഉണ്ടായിരുന്നു. ആദർശം പറയാൻ എവിടെ പോകേണ്ടി വന്നാലും അതിന് തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് പയ്യോളിയിലെ മേപ്പയ്യൂരിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞയച്ച് ക്യാമറയും കൂടെ കരുതി മുജാഹിദ് മൗലവിയോട് സംവാദം നടത്തി മൗലവിമാരെ ഉത്തരമുട്ടിക്കാൻ അൻസാർ മാഷ പറഞ്ഞയച്ചത് ആ സംഘടനയായിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആദർശത്തിന് വേണ്ടി നിങ്ങൾക്ക് എവിടെയും പോകാം, ഞങ്ങൾ വരും കൂടെ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ ധാരണകളിലെ തെറ്റുകളെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു വേദിയാകുമ്പോ എന്തായിരുന്നു ഞങ്ങളുടെ ധാരണ എന്ന് പറയണമല്ലോ. എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് വേദികളിൽ. ഈ സംഘടനയുടെ തന്നെ എതിർപക്ഷത്തിരുന്ന സംവാദ വേദികളിലെ മധ്യസ്ഥനായും അല്ലാതെ സംവാദ വേദികളിലുമൊക്കെ പോയ ഓർമ്മകൾ എനിക്കുണ്ടെന്ന് മാത്രമല്ല, ഈ സംഘടന ഔദ്യോഗികമായി എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ടായിരുന്നു. മഹാനരായ ശംസുൽ ഉലമയുടെ സഹോദരൻ AK ഹസൻ മുസ്ലിയാർ, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ രോഗാവസ്ഥയിലായി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ കുറിച്ചും സുന്നി പണ്ഡിതന്മാരെ കുറിച്ചും കാഫിർ എന്ന് വിളിച്ചിരുന്ന ഉമർ മൗലവി, ആ ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞു കൊടുത്തയച്ച കത്ത്. ഈ കത്ത് അതിന്റെ അവകാശിയായ ഉമർ മൗലവി മരണപ്പെട്ടതിന് ശേഷം അയാളുടെ പുത്രന് തിരിച്ചു കൊണ്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്ന, എനിക്ക് ബോധ്യപ്പെട്ട കാഫിറുകൾ എന്ന് ലോകത്തുള്ള സുന്നികളെ മുഴുവനും വിളിച്ചാക്ഷേപിച്ചിരുന്ന ഉമർ മൗലവിയുടെ പുത്രൻ ബഷീർ മാസ്റ്റർ സർവമത സത്യവാദത്തിന്റെയും ഇസ്ലാം വിരുദ്ധതയുടെയും കുഫ്രിയത്തിന്റെയും വാദത്തിലെത്തുകയും അദ്ദേഹം സ്വാമിയായി ഒരു ആശ്രമത്തിൽ കഴിയുകയും ചെയ്യുന്ന സമയത്ത് ജനാബ് കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അയാൾക്ക് കത്ത് കൊണ്ടുകൊടുക്കുകയും ഞങ്ങൾ ഉസ്താദിന് നിങ്ങളുടെ പിതാവ് എഴുതിയ കത്ത് വിലാസം മാറി ഞങ്ങൾ ഉസ്താദിന് എത്തിയതാണെന്നും നിങ്ങളെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഇത് എഴുതി വെച്ചതാണ്, അതുകൊണ്ട് ഈ കത്ത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യാൻ എന്നെ പറഞ്ഞയച്ച പഴയ സംഘടനയിലെ നേതാക്കളുടെ അക്കാലത്തെ നെഞ്ചൂക്കിനെ ഞങ്ങൾ അഭിമാനത്തോടെ ഓർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവരുടെ നേതാക്കളെ ക്ഷണിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടു, അവിടെ നെഞ്ചുറപ്പല്ല, ഇപ്പോൾ നെഞ്ചുടിപ്പാണുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ നെഞ്ചുടിപ്പ് എന്താണെന്ന് ഒന്നുകൂടി ഇനി ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. അവരെത്തുമെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരു കസേര ബാക്കി വെച്ചിരിക്കുന്നത്. ഇനി അവർ വരുന്നു, 2 പേരെങ്കിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സംസ്ഥാന നേതാവോ സംസ്ഥാന പ്രതിനിധിയെയോ സംഘടനാ പ്രതിനിധിയോ കത്ത് കൊടുത്ത് നിങ്ങൾ അയച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്വീകാര്യതയും നൽകാമെന്ന് പറഞ്ഞിരുന്നു. പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ വന്നില്ലെങ്കിലും സംവാദം നടക്കും. നിങ്ങൾ വന്നാൽ ഭംഗിയായി നിങ്ങൾക്കതിന് നടത്താൻ കഴിയും. വന്നില്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളും ഇവിടെ ചർവണം ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരംഭിക്കുകയാണിത്. ഈ വേദിയിൽ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല, ഏറ്റവും ശ്രദ്ധേയമായ ഒരുപാട് സെഷനുകൾ ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് വന്ന എല്ലാവരെയും ഞങ്ങൾ ആദ്യമേ സ്വാഗതം ചെയ്തിരിക്കുന്നു. സദസ്സിലും വേദിയിലുമുള്ള എല്ലാ നേതാക്കളെയും സ്വാഗതം ചെയ്തിരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ഉത്തരവുമൊക്കെ ഇവിടെ ആരംഭിക്കുകയാണ്, പരിപാടി ആരംഭിക്കുകയാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് കേരളത്തിലെ സമൂഹത്തിന് ലഭ്യമാകുന്ന വിധത്തിൽ തന്നെ ഞങ്ങൾ അത് എത്തിക്കുന്നതുമാണ്. പിന്നീട്
ഇൻഷാ അല്ലാഹ് അതിൽ മാറ്റമുണ്ടാവുകയില്ല. ഏതായാലും ഈ പരിപാടി ആരംഭിക്കുകയാണ്. IBSM എന്നാണ് ഈ സംഘത്തിന്റെ പേര്. ഇതൊരു സംഘടനയല്ലെന്ന് ആദ്യമായി ഞാൻ പറയട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളും പള്ളികളും ഒക്കെ പോലെയുള്ള. അതുപോലെ ഒന്ന് കൂട്ടിയാൽ മതി. അല്ലാതെ ഇതൊരു സംഘടനയല്ല, ഇതൊരു സംഘം മാത്രമാണ്. വാട്സപ്പിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ സമസ്ത ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പുറത്തുക്കാം. മാത്രമല്ല പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ തന്നെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വിനയത്തോടെ പറയട്ടെ, തിരുനബിയുടെ തിരുശേഷമാണെന്ന് പറഞ്ഞൊരു മുടി കൊണ്ടുവന്ന ആ വെള്ളം നിങ്ങൾ കുടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് പറയാതെ, ഞങ്ങളുടെ വിയർപ്പുകൾ ഒലിച്ചു പോകാതെ അത് തീരില്ല. അതിന്റെ വേദന അതുതന്നെയാണ് കാരണം. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. 1000 തവണ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും 10,000 തവണ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ നിങ്ങളുടെ പണ്ടുണ്ടായിരുന്ന തിരുകേശത്തിന് ഉത്തമ കേന്ദ്രമെന്ന ബോർഡ് ഇന്ന് നഗരങ്ങളിൽ നിന്നും പ്രാന്തങ്ങളിൽ നിന്നും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയിട്ടുണ്ട്, വീണുപോയിട്ടുണ്ട്. പകരം ഞങ്ങളത് കുത്തിവെച്ച് അതിന്റെ മുകളിൽ ഒരു പുതിയ മേറ്റർ കൂടി ചേർത്തും എവിടെ പള്ളിയെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ വാക്കു തരുന്നു. IBSMന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ സുഹൃത്ത് അൻസാർ മാസ്റ്ററോട് എന്താണ് IBSM എന്ന് വിശദീകരിക്കാൻ വേണ്ടി. السلام عليكم ورحمة الله. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനികളെ, നമ്മുടേത് ഒരു പ്രസംഗവേദിയല്ല, ഒരു ധൈഷണിക സംവാദവേദിയാണ്. അതുകൊണ്ട് ചോദ്യത്തിന്റെ മർമ്മത്തിൽ തന്നെ ഞാൻ സംസാരിക്കുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് കൊണ്ടുവരികയും ആ കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ മതത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ പൊളിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നേരിടാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു. ആ കൂട്ടായ്മയാണ് ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പേര് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം മഹാനവർകൾ ഹബീബിന്റെ പേരിൽ കളവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ധാരാളം അധ്വാനിക്കുകയും യാത്ര ചെയ്യുകയും അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്ത മഹാനവർകളാണ്. അതുകൊണ്ട് ആ മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഓതി തുടങ്ങിയ ചുരുങ്ങിയ കാലത്തിന്, അഥവാ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് ഉണ്ടായ ഈ സംഘം വളരെ വ്യതിരിക്തമായ പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. അതിൽ സ്റ്റേജിൽ വരുന്ന ഒന്നാമത്തെ പരിപാടിയാണെങ്കിലും അതിനു മുമ്പ് അല്ലാത്ത രൂപത്തിൽ പോസ്റ്ററുകളിലൂടെയും മറ്റും ദഅവകൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഈ കളവുകളെ പ്രതിരോധിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ അവസരം ഉപയോഗിക്കുന്നത് ഇതിനോടെല്ലാവരും സഹകരിക്കണം. ഹബീബിനോടുള്ള മഹബത്തല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളില്ല, ആരെയും ഇടിച്ചുതാത്തലില്ല. പക്ഷേ ഹബീബിന്റെ എതിരാളികൾ എപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ എതിരാളികളാണ്. ഹബീബിന്റെ പേരിൽ വ്യാജം ചുമക്കുന്നവർ എപ്പോഴും എതിരാളികളാണ്. ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ്. മഹാനായ അഹ്മദ് റംബി റളിയല്ലാഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ, ഇബ്നു ഖത്താൻ റളിയല്ലാഹുവിനെ പോലുള്ള ഇമാമിങ്ങൾ ചില വ്യക്തികളെപ്പറ്റി, ഹബീബിന്റെ പേരിൽ കളവ് വരുന്നത് തടയാൻ വേണ്ടി ചില വ്യക്തികളെപ്പറ്റി ന്യൂനതകൾ പറയേണ്ടി വന്നപ്പോ ചില സൂഫിയാക്കന്മാരായ പണ്ഡിതന്മാർ ചോദിച്ചു, നിങ്ങൾ ഈ പണ്ഡിതന്മാരൊക്കെ മഹ്ശറയിൽ നിങ്ങൾക്കെതിരായി വരുന്നതിന് ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇബ്നു ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മഹാനവകൾ പറഞ്ഞു, ഇവരൊക്കെ എതിരായി വരുന്നതിനേക്കാളും ഞങ്ങൾ ഭയപ്പെടുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഞങ്ങൾക്കെതിരായി വരുന്നതിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങളോടുള്ള ബാധ്യത നമ്മളെല്ലാം കൊടുക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ഈ സ്വഹാബികളൊക്കെ അവരുടെ ജീവൻ കൊടുത്തു, അവരുടെ കൈ കൊടുത്തു, കാല് കൊടുത്തു. അതൊന്നും നമ്മൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു അല്പസമയം ഹബീബിനെ കളവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, കളവിൽ നിന്ന് ഹബീബിനെ രക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ശ്രമിക്കാൻ വേണ്ടിയുള്ളൊരു കൂട്ടായ്മയാണ്. എല്ലാവരോടും അതിന്റെ പരിപാടികളിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനിയുള്ള ദൈക്ഷണിക സംവാദത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സംവാദം ആരംഭിക്കുന്നു. ചോദ്യം ഇനി തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു നല്ല പരിപാടിയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥി ഷമ്മാസ് ഇവിടെയുണ്ട്. ആദ്യമായി ഷമ്മാസ് ഇൻഷാ അല്ലാഹ് ഈ പ്രദേശത്തുള്ള കുട്ടിയാണ്. ഷമ്മാസ് ഫാത്തിഹ ഓതുകയാണ്. ഫാത്തിഹ ഓതി ഈ പരിപാടി ആരംഭിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷമ്മാസിന്റെ ഫാത്തിഹയിലൂടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഈ സംവാദത്തിന്റെ പ്രഥമമായി ഫാത്തിഹ ഓതപ്പെട്ടു. ആ ഫാത്തിഹ ഓതിയ കുട്ടിക്ക് അല്ലാഹു ഇൽമും ഹിഫ്ളും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു പക്ഷേ തജ്വീദിലും ഖിറാഅത്തിലുമൊക്കെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും കേരളത്തിലെ പ്രസിദ്ധനും പ്രഗത്ഭനും വൈജ്ഞാനിക ലോകത്തിന്റെ നിറകുടവുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് നലൽബാരി എന്ന പേരിൽ അറിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഷെയ്ഖിന് ഫാത്തിഹ ഓതട്ടെ. ഒന്ന് يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഈ ഫാത്തിഹ നിങ്ങൾ കേട്ടത് അതൊന്നുകൂടി ആവർത്തിക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഷെയ്ഖും മുറബ്ബിയും ഒക്കെയായി അറിയപ്പെടുന്ന ജാലിയവാലയാണ് ഫാത്തിഹ ഓതിയത്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ പയ്യോടിയിലെ ഒരു കുട്ടിയുടെ ഫാത്തിഹോത്തിന് നിങ്ങൾ കേട്ടു. ചെറിയ കുട്ടിയായതുകൊണ്ട് തജ്വീദിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ജാലിയവാല വീണ്ടും ഓതട്ടെ ഫാത്തിഹ. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ബോധ്യപ്പെട്ടു ഇപ്പോൾ ജനങ്ങൾക്ക്. ഒരുപാട് സമയം അദ്ദേഹത്തെ കൊണ്ട് ഖുർആൻ ഓദിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ചെറിയൊരു ദുആക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അദ്ദേഹം ദുആ ആരംഭിച്ചപ്പോ ഫാത്തിഹയിലൂടെയാണ് ആരംഭിച്ചത്. നിങ്ങൾ കളിക്കുന്നത് ഹബീബിനോടാണ്, തിരുനബി നിയന്ത്രിക്കും ഈ സമൂഹത്തെ എന്ന് തെളിയുകയാണ് ഇവിടെ. ഹമീദ് ഫൈസി ഉസ്താദ് കേരളത്തിലെ അറിയപ്പെട്ട സുന്നി പണ്ഡിത പ്രബോധക പ്രവർത്തനങ്ങളിലെ നേതൃത്വമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് വിഷയങ്ങൾ പലതും പറയാനുണ്ട്. ആദ്യമായി ഹമീദ് ഫൈസി ഉസ്താദിനോട് നമുക്കൊരു ചെറിയ സംശയം ചോദിക്കാം. ഹമീദ് ഫൈസി ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലേക്ക് മുടി കൊണ്ടുവന്നപ്പോ ഒന്നും നോക്കാതെ
ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വവൈരാഗ്യം കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യം തന്നെ ചാടി വന്ന് കാന്തപുരത്തിനെതിരെ രംഗത്ത് വന്നു. നേരെ വന്നു കാന്തപുരം കൊണ്ടുവന്ന മുടികളെ ശക്തമായി എതിർത്തു. ഉസ്താദെ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് നിങ്ങളെ ഒരു എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാക്കി വെച്ചത് എന്നറിയാൻ ഈ സമൂഹത്തിന് താല്പര്യമുണ്ട്, ഞങ്ങളെ പഴയ കൂട്ടുകാർക്ക് താല്പര്യമുണ്ട്. അതൊന്ന് പറഞ്ഞാലും.